വീര്യം കുറഞ്ഞ മദ്യത്തിൽ വിവാദം നുരഞ്ഞു പൊന്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് ബജറ്റ് നിർദ്ദേശം പിൻവലിക്കേണ്ടി വരുമോ? വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ചു വിൽക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിലും അതൃപ്തി നുരയുന്നു. വിവാദത്തിൽ കോൺഗ്രസിലും മുന്നണിയിലും ചർച്ച വേണമെന്ന നിലപാടിലാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്ന് സൂചനകളുണ്ടായിരുന്നെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ള ഒരു നിലപാട് VM സുധീരൻ മുഖ്യമന്ത്രിയെ കത്ത് മുഖേന ഇന്നലെയാണ് അറിയിച്ചത്. ഇതോടെയാണ് കോൺഗ്രസിനുള്ളിലും അതൃപ്തരുണ്ട് എന്ന് വ്യക്തമായത്. നേരത്തെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തില്ല എന്നുള്ള അസംതുഷ്ടി എക്സൈസ് മന്ത്രി എം ലിജുവിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും ആ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുമായി എം ലിജു കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകളാണ് ആ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നത്. എന്നാൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടന്നില്ല. കൂടിക്കാഴ്ചയ്ക്ക് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതായും സൂചനകളില്ല. ഏതായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയതിൽ കൂടുതൽ ചർച്ചകൾ വേണം, ആശങ്കകൾ പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് കെ സി വേണുഗോപാലിൻ്റേത്. അതോടുകൂടി കോൺഗ്രസിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാണ്. മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ബജറ്റ് തീരുമാനത്തെ പിന്താങ്ങിയെങ്കിലും ചർച്ച വേണമെന്ന നിലപാടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. ടാക്സുകൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതുമൊക്കെ അത് രഹസ്യമാണ്, ബഡ്ജറ്റ് രഹസ്യമാണ്. അത് പുറത്തു പറഞ്ഞാൽ ബഡ്ജറ്റ് ലീക്കാണ്. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയും മാറ്റം വരുത്തണമെങ്കിൽ ചർച്ചകളുണ്ടല്ലോ. അതേസമയം UDF-നെ പിന്തുണയ്ക്കുന്ന മദ്യവിരുദ്ധ സമിതികളും ഒപ്പം തന്നെ ക്രൈസ്തവ സഭകളും ഈ നീക്കത്തിന് എതിരാണ്. KCBC മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും ഈ തീരുമാനത്തിൽ എതിരഭിപ്രായങ്ങളുണ്ട്.